അനികുട്ടാ, നീ അച്ഛനെ നോക്കിയോ? ചേച്ചി ഗുളിക വാങ്ങിട്ട് വരാം. അയ്യോ, അച്ഛനെന്ത് പറ്റി? അത് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഗുളിക തീർന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. വേഗം അച്ഛനടുത്തേക്ക് ചെല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല മോനെ, സങ്കടപ്പെടണ്ട. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള നെഞ്ചുവേദനയാ. ഒരു ഗുളിക കഴിച്ചാൽ മാറാവുന്നേ ഉള്ളൂ. എന്താടി, എന്നെ കണ്ടപ്പോ നിന്റെ മുഖത്തൊരു പരിഭ്രമം? അല്ല, എവിടെ മറ്റവള്, ആ പാചകറാണി? ചോദിച്ചത് കേട്ടില്ലടി. അവൾ എന്തിയെന്ന്? കല്യാണി മാഡം, അത് ഓ, പുതിനാറ്റിയുമായി വലിയ കുഞ്ഞിനെ കുടിപ്പിക്കാൻ പോയി കാണോ അവള്? അല്ല മാഡം, പിന്നെ കല്യാണി വീട്ടിലേക്ക് പോയതാ. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. കൊള്ളാം. അവക്ക് കൂടെ കൂടെ വീട്ടിൽ പോകാൻ വേണ്ടിട്ടാണോ മാസാമാസം ശമ്പളം എണ്ണി കൊടുക്കുന്നത്? വീട്ടിൽ പോയി പോലും ആരോട് ചോദിച്ചിട്ട്? അഖിലേച്ചി ഇല്ലെന്ന് വെച്ച് എന്തോ ആകാന്നാണോ? കല്യാണിക്ക് ഇതാ ലോകം, മറ്റൊന്നുമില്ല എന്റെ മുന്നില്. എന്നെ എന്റെ വല്യുഞ്ഞ് മനസ്സിലാക്കണം. എല്ലാരും കേൾക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പറയാ, അഖിലേച്ചി ഇല്ലെങ്കിൽ ഇവിടെ ഞാനുണ്ട്. ഞാൻ അറിയണം ഇവിടുന്നൊരു സ്റ്റാഫ് പുറത്തുനിന്ന് വരുന്നതും പോകുന്നതും. അവൾ ഇപ്പൊ ഇവിടെ വരണം. കണ്ടായിരുന്നെങ്കിൽ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പൊറുതി മതിൽക്കെട്ടിന് പുറത്തല്ലേ? ഇത് ആനന്ദായിരിക്കും ആന്റി. കല്യാണിയോട് ശൃംഗരിക്കാനുള്ള വിളിയാ. ആ ഫോൺ എടുക്ക. ഹലോ. ആ, കല്യാണി. കല്യാണി ഇല്ല സർ, ഔട്ട് ഹൗസിലേക്ക് പോയി. ഹലോ, പുതിനാറ്റി ഞാനുണ്ടാക്കി തന്നാ മതിയോ ആനന്ദേ? തൽക്കാലം വേണ്ട. അറിയാവുന്നതിരിട്ടാലേ കുടിക്കാൻ കൊള്ളാവൂ. വെച്ചു. എന്താ പറഞ്ഞ? അല്ലേ, അവൻ എന്നോട് ചോദിക്കുവാ ഇളയമ്മ എന്താ അടുക്കളയിലെന്ന്. അവളെ കാണാത്തതിലുള്ള എനക്കേടാ. ആന്റി വാ. കല്യാണി ഇതെവിടെ പോയി? അച്ഛാ, മോനെന്തിനാ കരയുന്നേ? അച്ഛനൊന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? വിഷമിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ചേച്ചിയുടെ ഫോണാണല്ലോ. ചേച്ചി ഫോൺ കൊണ്ടുപോയില്ലേ? ഞാനൊന്ന് നോക്കിട്ട് വരാവേ. ഹലോ. ആ, അനിയൻകുട്ടാ, കല്യാണി എവിടെ? വല്യുഞ്ഞാണോ?
വല്യുഞ്ഞെ, ചേച്ചി മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങിക്കാൻ പോയിരിക്ക. അച്ഛന് സുഖമില്ല. ദാസേട്ടൻ എന്തു പറ്റി? നീ ദാസേട്ടന് ഫോൺ കൊടുക്ക. കൊടുക്കാം. അച്ഛാ, വല്യുഞ്ഞ. അച്ഛാ സംസാരിക്കേ. ഇന്നാച്ചാ കുഞ്ഞെ, എന്തു പറ്റി ദാസേട്ടാ? ഒന്നുമില്ല കുഞ്ഞെ, നെഞ്ചിനൊരു പിടുത്തം. ഗ്യാസ് കയറിയതാ, ഇപ്പൊ മാറി. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ദാസേട്ടാ, ഞാൻ വരാം. ഏയ് കുഞ്ഞു വരണ്ട, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഗുളിക കഴിക്കാൻ മറന്നു, അതിൻ്റെയാ. ഇപ്പൊ മാറി കുഞ്ഞെ. ശരി, റെസ്റ്റ് എടുക്ക. എന്റെ നെഞ്ചിൽ തീ കോരിയിട്ടിട്ട് വെള്ളമൊഴിച്ച് അണയ്ക്കാൻ ശ്രമിക്കുന്നു. അനിങ്ങോട്ടാ, കുറച്ച് വെള്ളം എടുക്ക്. അച്ഛാ, അച്ഛാ, ദാ വെള്ളം. അച്ഛാ, ഇത് കഴിക്കച്ചാ. ഗുളിക തീർന്ന കാര്യം അച്ഛനെന്താ പറയാത്തെ? ഇത് കഴിക്ക്. വേണ്ട, എന്താ അച്ഛാ ഇത്? മരുന്നിനോടാണോ വാശി കാണിക്കുന്നേ? കഴിക്ക്. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ചാവുന്നെങ്കിൽ ചാവട്ടെ, അപ്പൊ സൗകര്യമാവില്ല എല്ലാത്തിനും. ഇങ്ങെടുക്ക്, ഞാൻ കൊടുക്കാം. താ. ഇത് കഴിക്കച്ചാ, പ്ലീസ്. ഞാനല്ലേ പറയുന്നേ, കഴിക്കേ. ആ ചേച്ചി, വല്യുഞ്ഞ വിളിച്ചിരുന്നു. ഇനി അച്ഛൻ കുറച്ചു നേരം വിശ്രമിക്ക്. ഞാൻ തൃച്ചംബരത്ത് പോയി കുറച്ച് പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് വരാം. ഇവിടെ പൊടിയരി ഇരിപ്പില്ല. വേണ്ട, പൊടിയരിക്കഞ്ഞിയല്ല എനിക്കിപ്പോ വേണ്ടത്, വായ്ക്കരിയ. അതിന് ഇവിടെ ഇരിക്കുന്ന അരി ധാരാള. നീ ഇപ്പൊ എവിടെയും പോകുന്നില്ല. അച്ഛാ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. പറഞ്ഞു കേട്ടില്ലേ? പോണ്ടാന്ന് പറഞ്ഞാ പോണ്ട, അത്ര തന്നെ. അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോഴും നിനക്ക് തൃച്ചംബരത്തേക്ക് എഴുന്നള്ളോ അല്ലേ? എന്തൊരു ജന്മാടി നിന്റേത്, മനുഷ്യ പറ്റില്ലാത്തോട്.
ഗംഗെ പ്ലാനിങ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അഖില വരുന്നതിന് മുൻപുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാ. അറിയാലോ, സമയത്തിന് ഉസൈൻ ബോൾട്ടിനേക്കാൾ വിലയാ. അതെ ആന്റി. ഇനി നമ്മുടെ മുന്നിൽ എത്ര സമയമുണ്ടെന്ന് തീർച്ചപ്പെടുത്തി വേണം ലക്ഷ്യത്തിലേക്കുള്ള വേഗത നിശ്ചയിക്കാൻ. അതിനിപ്പോ എന്താ ഒരു വഴി? അഖില ആന്റിയെ വിളിക്കണം. അഖില ആന്റി എപ്പ തിരിക്കുമെന്നറിഞ്ഞ കാര്യം എളുപ്പമായില്ലേ? അതെ, വിളിക്ക്. നീ വിളിച്ച അഖില കൃത്യമായിട്ട് മറുപടി പറയും. വിളിക്ക് വിളിക്ക്. ഔട്ട് ഓഫ് റേഞ്ച്. എങ്കിൽ ശിവരാമേട്ടനെ വിളിക്ക്. ഈ നമ്പറും ഔട്ട് ഓഫ് റേഞ്ച് ആന്റി. അതങ്ങനെയല്ലേ വരൂ, രണ്ടുപേരും ഒരിടത്തല്ലേ. ആന്റി, ആണോ? വാ വാ വാ. എവിടെ? അരവിന്ദേ, എവിടെയായിരുന്നു ഇത്രയും നേരം? ഓഫീസില്. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. അഖിലേച്ചി ഇല്ലെന്ന് വെച്ച് പഴയ തോന്നിയാസം എങ്ങാനും കാണിക്കാന്ന് വല്ല ചിന്തയോ ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. പിന്നെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വീടാ. ഇതിനിടയിലുള്ള നിന്റെ ബ്രോക്കർ പണിയുണ്ടല്ലോ, അതങ്ങ് നിർത്ത്. മനുഷ്യൻ തലയിൽ ഭ്രാന്ത് പിടിച്ച് വന്നിരിക്കുക. അതിന്റെ ഇടയിൽ ഇതുപോലുള്ള കോപ്രായിട്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഇളയമ്മയാണോന്നും നോക്കില്ല. അറിയാലോ എന്നെ. അയ്യേ, നീ ഇതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തോ. ഞാൻ ചുമ്മാ സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ. നീ കൊള്ളാലോ ആള്. അയ്യോ, എന്തോ ചോദിക്കാൻ വന്നല്ലോ, എന്തൊരു മറവിയാ എനിക്ക്. അഖിലേച്ചി എന്ന് വരാരവിന്റെ നേരിട്ടിട്ട് അങ്ങോട്ട് വിളിച്ചു ചോദിച്ചാ പോരെ, എന്നോട് ചോദിക്കണം. അതെ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ, ഇനി എനിക്ക് പോവാലോ. അരവിന്ദ്, ഒരു ചെറിയ വിശേഷം. പിന്നെ നിന്റെ ക്ഷേമമൊക്കെ അന്വേഷിച്ച അമ്മായിയമ്മ വന്നിട്ടുണ്ട്. മോളി കാണും, ചെല്ലു. ഇന്നാകെ കോളിളക്കെയാണല്ലോ അവന്റെ വരവ്. കോളിളക്കം മാത്രമല്ല, വെള്ളിടിയും ഉണ്ട്. അവന്റെ അമ്മായിയമ്മയുടെ രൂപത്തില്. ഒന്നുകിൽ അവൻ, അല്ലെങ്കിൽ മഹേശ്വരി പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് പുറപ്പെട്ട് വരുന്നത് കാണാൻ നീ സമാധാനപ്പെടുകങ്ങേ. അരവിന്ദേ, എന്നെ അപ്രതീക്ഷിതമായി ഇവിടെ കണ്ടിട്ടും ഒന്നും മിണ്ടാതെ പോവാണോ? ഞാൻ എപ്പോ വന്നൂന്നെങ്കിലും ചോദിക്കുന്നത് സാമാന്യ മര്യാദയല്ലേ? എന്നെ മര്യാദ പഠിപ്പിക്കാനാണോ അപ്രതീക്ഷിതമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്? അയ്യോ, അങ്ങനെ ഒരു സതുദ്ദേശവും എനിക്കില്ലേ. എല്ലാവരെയും ഒന്ന് കണ്ടുപോകാന്ന് കരുതി മാത്രം വന്നതാ. അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ള ഈ വരവ് സതുദ്ദേശത്തോടെ അല്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. അരവിന്ദിന് ഉള്ളുകൊണ്ട് എന്നോട് ചില പിണക്കങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഒക്കെ മറക്കണം, അതും കൂടി പറയാനാ ഞാൻ വന്നത്. അന്ന് അരവിന്ദ് എന്തൊക്കെയോ പറഞ്ഞു, ഞാനും എന്തൊക്കെയോ പറഞ്ഞു. കളയുന്നേ. എന്താ അരവിന്ദ് ഒന്നും മിണ്ടാത്തെ? അവസാനമായി കണ്ടപ്പോ കുറച്ചധികം മിണ്ടിയിട്ടാണല്ലോ പിരിഞ്ഞത്. അതാ അരവിന്ദ് ഞാൻ പറഞ്ഞത്, കളഞ്ഞേക്ക്. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. എനിക്ക് അരവിന്ദിനോട് ഒരു പിണക്കവും ഇല്ല. അതിന് നമ്മൾ തമ്മിൽ ഇണങ്ങിയിട്ടില്ലല്ലോ.
അതുകൊണ്ട് എനിക്കും പിണക്കുമില്ല. അപ്പൊ ശരി, പോയിക്കോട്ടെ. എത്തിയോ? അരവിന്ദൻ, അമ്മ വന്നിട്ടുണ്ട്. കണ്ടു. കണ്ടോ? എന്നിട്ട് സംസാരിച്ചു അമ്മയോട്? എന്തു സംസാരിക്കാൻ? എനിക്ക് സംസാരിക്കാനുള്ളത് കേൾക്കാനായിട്ടേ ഒരു ദിവസം ടാക്സി പിടിച്ച് നിന്റെ അമ്മയോടെ വന്നിരുന്നു. അതിൽ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. അല്ല, ഇപ്പോഴത്തെ വരവിന്റെ ഉദ്ദേശം എന്താണാവോ? അത് കൊള്ളാം. അമ്മയ്ക്ക് മോളെയും മരുമോനെയും കാണാൻ വന്നൂടെ? അതല്ല, എന്റെ അമ്മയില്ലാത്ത സമയം നോക്കി നിന്റെ അമ്മയോടെ വരണമെങ്കിലേ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അരവിന്ദ് ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രശ്നത്തിനൊന്നും വന്നതല്ല എന്റെ അമ്മ. അരവിന്ദിനെ എന്നെയും കാണണമെന്ന് തോന്നി വന്നു. അതൊരു തെറ്റല്ലല്ലോ. ദേ, പോയി കുളിച്ചിട്ട് വാ. തർക്കവും വഴക്കും ഒക്കെ ഒന്ന് മാറ്റി വെക്ക. അമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മുടെ നല്ലതിന് വേണ്ടിയാ. വാ, കുളിച്ചിട്ട് വാ. വാ, ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ചേച്ചി, ഇന്നും കഞ്ഞി മാത്രമേ ഉള്ളോ? എനിക്ക് വേണ്ട, കഞ്ഞി കുടിച്ച് മടുത്തു. കല്യാണി, ദാസേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസമുണ്ട്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കായിരുന്നു ദാസേട്ടാ. ഒരു ECG എടുത്ത് നോക്കായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ, കല്യാണി, നീ എന്താ അങ്ങോട്ട് വരാത്തത്? അത് എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാനാ പറഞ്ഞ് ഇന്ന് പോണ്ടെന്ന്. ആ, അത് ശരിയാ. വയ്യാതിരിക്കുമ്പോ കല്യാണി ഇവിടെ ഉള്ളത് നല്ലതാ. അല്ല, നമുക്കൊരു ഡോക്ടറെ ഇങ്ങോട്ട് വരുത്തിയാലോ? വേണ്ട കുഞ്ഞ്, ഇതിപ്പോ അങ്ങോട്ട് മാറും. മനസ്സുകൊണ്ട് ചികിത്സിച്ചാ മാറുന്ന അസുഖങ്ങളേ ഉള്ളൂ വലിയ കുഞ്ഞെ. അതെ, മനസ്സിന് ധൈര്യം കൊടുത്താൽ ഏത് അസുഖത്തിനും പകുതി ആശ്വാസം കിട്ടും. അപ്പോ ശരി ദാസേട്ടാ, ഞാൻ ഇറങ്ങുവാ. കല്യാണി, ഒന്ന് വരുമോ? കല്യാണി, ദാസേട്ടന് വയ്യാത്തത് കൊണ്ടല്ല നീ തൃച്ചംബരത്തേക്ക് വരാത്തതെന്ന് എനിക്കറിയാം. ദാസേട്ടൻ പറഞ്ഞോ തൃച്ചംബരത്തേക്ക് വരണ്ടെന്ന്? പറ കല്യാണി. അത് വലിയ ഞാനാ കുഞ്ഞെ പറഞ്ഞത്. എനിക്കങ്ങനെ പറയേണ്ടി വന്നു. അതിന് അതിൻ്റെതായ ചില കാരണമുണ്ട്.